കാലുഷ്യം നിറഞ്ഞ കാലഘട്ടങ്ങളിൽ കനൽപദങ്ങൾ താണ്ടി സധീര മുന്നേറ്റം നടത്തി സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പടയണിക്ക് ബീജാവാപം നൽകി പാലും തേനും നൽകി പരിചരിച്ച പ്രിയങ്കരനായ പടനായകർ, കൈവിലങ്ങും കാൽച്ചങ്ങലകളുമായി കാത്തിരുന്ന തമസിന്റെ ശക്തികളുടെ കാറ്റുവീശും വെല്ലുവിളികൾക്ക് നേരെ വാക്കുകൾ കൊണ്ട് നിറയൊഴിച്ച ഇരട്ടച്ചങ്കുള്ള പടനായകൻ, അഹ്ലുസുന്നയുടെ ആദർശ കോട്ടയിൽ വിള്ളൽ വീഴ്ത്താൻ കടന്നു വന്ന നവീനവാദികളുടെ വെല്ലുവിളികൾക്ക് മുമ്പിൽ മുട്ടുവിറച്ചു നിൽക്കാതെ നെഞ്ചു വിരിച്ചു നിന്ന് നാഴികക്കു 40 വട്ടം നിറം മാറുന്ന ഓന്തുമാർക്ക് ആദർശത്തിന്റെ കപടക്കോട്ടകൾ തച്ചു തകർത്ത് അഹ്ലുസുന്നയുടെ നായകർ, സുന്നി സമൂഹത്തെ മുശ്രിക്കാക്കാൻ കടന്നു വന്നവരെ ജിന്നുബാധയുടെ ഷോക്കടിപ്പിച്ച് 8 കഷ്ണങ്ങളാക്കി വലിച്ചെറിഞ്ഞ സുന്നി ചേതനയുടെ ആവേശം ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ് പ്രൗഢോജ്വലമായ വേദിയിൽ ഉജ്ജ്വല പ്രഭാഷണം നിർവഹിക്കുന്നു. സാദരം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസിന ബിറല്ലാഹ്. ഏറെ വൈകിയും തൻ്റെ അനാരോഗ്യം വകവെക്കാതെ പരിപാടിയുടെ അവസാനം വരെ ഇരിക്കണമെന്ന തീരുമാനത്തോടുകൂടി കാത്തിരിക്കുന്ന അഭിവന്ദനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ഷെയ്ഖുൽ ജാമി ആലിക്കുട്ടി ഉസ്താദ് അവറുകളെ, ആദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട യുവ പണ്ഡിത സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സമയത്തെക്കുറിച്ച് കൃത്യമായ ബോധമുള്ളത് കൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. അഭിവന്ദനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയും ഈ കഴിഞ്ഞ സമ്മേളനത്തിന് വരെ നമ്മോടൊപ്പം ഉണ്ടാവുകയും ചെയ്തിരുന്ന ആദരണീയനായ കുഞ്ഞാണി മുസ്ലിയാർ അവരെ അനുസ്മരിക്കുകയാണ്. എൻ്റെ ഗുരുവരൻ്റെ ഗുരുവൻ കൂടിയാണ്. ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്കും നമ്മുടെ മരണപ്പെട്ടു പോയ എല്ലാ ഗുരുവരന്മാർക്കും സാദാത്തുക്കൾക്കും ബന്ധപ്പെട്ടവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ലോകമെമ്പാടുമുള്ള മുസ്ലിം സമൂഹത്തിനെന്ന പോലെ കേരളീയ മുസ്ലിം സമൂഹത്തിനും ചില രീതികളും ചില ആചാരങ്ങളും ചില സംസ്കാരങ്ങളും ചില സവിശേഷതകളുമുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, മഹാന്മാർക്ക് വലിയ ആദരവ് നൽകുന്നു എന്നത്. സാദാത്തുക്കളാകട്ടെ, ആത്മീയ നായകന്മാരാകട്ടെ, ഉലമാക്കളാകട്ടെ, വലിയ ആളുകൾക്ക് വലിയ ആദരവ് നൽകുന്ന ഒരു രീതി പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കൾക്ക് മാത്രമല്ല, മരണാനന്തരവും മഹാത്മാക്കൾക്ക് ഈ ആദരവ് കൽപ്പിക്കുന്ന രീതി പ്രകടമായി ലോകമെമ്പാടും മുസ്ലിം സമൂഹത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെയുള്ളൊരു പ്രശ്നം, മഹാത്മാക്കൾക്ക് നമ്മൾ ഇങ്ങനെ ആദരവ് നൽകുമ്പോൾ അതിൻ്റെ ഭാഗമായാണ് ബറക്കത്ത് കിട്ടും എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അവരെ തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിച്ചാൽ പ്രത്യേകം ഇജാബത്ത് കിട്ടുമെന്ന് വിശ്വസിക്കുന്നത്. അവരോട് നേരിട്ട് ചോദിച്ചാൽ അവർ തിരിച്ചറിയുകയും നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നത്. ഈ 3 കാര്യങ്ങളും യഥാർത്ഥത്തിൽ തെളിഞ്ഞ മാർഗത്തിലൂടെയല്ല നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ വന്യരായ നമ്മുടെ സാദാത്തുക്കൾ കടന്നുപോയി. അവർ കുടിച്ച ഒരു ഗ്ലാസ് ചായയുടെ ബാക്കി നമുക്ക് അല്പം കിട്ടിയാൽ കുടിച്ചാൽ വയറിന് ശാശ്വതമായി രോഗമുണ്ടായിരുന്ന ആ സുഹൃത്തിൻ്റെ രോഗം സുഖമാകുന്നു. ഇതെങ്ങനെ സുഖമായി എന്ന് ശാസ്ത്രീയമായി വിശദീകരിക്കാൻ കഴിയില്ല. മറഞ്ഞ വഴിക്ക് തങ്ങളിൽ നിന്ന് നമുക്ക് ഉപകാരം കിട്ടി, രോഗം സുഖമായി. ഈ മഹാത്മാക്കളുടെ ബറക്കത്തിലുള്ള ഈ ഒരു വിശ്വാസം ലോക മുസ്ലിങ്ങൾക്കിടയിൽ പ്രകടമായത് കൊണ്ടാണ് നമ്മൾ അവർക്ക് വലിയ ആദരവ് കൽപ്പിക്കുന്നത്.
സത്യത്തിൽ ഈ ആദരവിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇന്നൊരു പുതിയ സംസ്കാരമായി വന്നതല്ലെന്ന് മാത്രമല്ല, നമ്മുടെ പൂർവികരിലേക്ക് പരിശോധിച്ചു നോക്കിയാൽ അത് പാരമ്പര്യമായി മഹാന്മാരായ സച്ചരിതരായ സ്വഹാബിവരന്മാർ മുതൽ നൂറ്റാണ്ടുകളായി കൈമാറിപ്പോന്ന ഒരു സംസ്കാരമാണ്, രീതിയാണ് എന്ന് കണ്ടെത്താൻ സാധിക്കും. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ ബറക്കത്തിന്റെ പ്രത്യേകത വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, മദീനയിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ നഗരിയാണല്ലോ മദീന. ആ മദീനയിൽ ചെല്ലുന്ന സമയത്ത് അവിടെയുള്ള പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കൽ പ്രത്യേകമായ പുണ്യമാണെന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുന്നത്, വകദാലിക യഅത്തിൽ ആബാറല്ലത്തി കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലഉ മിൻഹാ ഔ യഗ്തസിൽ. ഇതേ പ്രകാരം മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കാനും വദു ചെയ്യാനും ഉപയോഗിച്ചിരുന്ന കിണറുകൾ, അത്തരം കിണറുകളെ സമീപിക്കുകയും ബറക്കത്തെടുക്കുകയും ചെയ്യണമെന്ന് ആധികാരികമായി ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ മജ്മൂഉ 8-ാം വാല്യം 274-ാം പേജിൽ പറയുന്നു. 14 നൂറ്റാണ്ടുകൾക്കപ്പുറം തങ്ങൾ വദു ചെയ്യാൻ ആ വെള്ളം, കിണറിലെ വെള്ളം ഉപയോഗിച്ച വെള്ളത്തിന് ഇന്നും ബറക്കത്ത് കൽപ്പിക്കണമെന്ന്. ഇതൊരു പുതിയ സിസ്റ്റം അല്ല. ഇത് ഇതേപോലെ സ്വഹാബത്തിന്റെ കാലത്തുനിന്നു സ്വഹീഹ് മുസ്ലിമിന്റെ ബുഖാരിയുടെ ഹദീസിൽ കാണാം. മഹാനായ ഉത്മാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പ്രവാചക തിരുമേനിയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിങ്ങൾ എൻ്റെ വീട്ടിലൊന്ന് വരണം. എൻ്റെ വീട്ടിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ നിസ്കരിച്ചു തരണം. ഫഅത്തഖിദഹു മുസല്ല, എന്നാൽ എനിക്കതിൽ സ്ഥിരമായി നിസ്കരിക്കാൻ നിങ്ങൾ നിസ്കരിച്ച ബറക്കത്ത് കിട്ടുമല്ലോ എന്ന്. തങ്ങൾ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ വരാമെന്ന് പറഞ്ഞു. പിറ്റേന്ന് തങ്ങൾ ആ വീട്ടിൽ ചെന്നു. ഉത്ബാനെ, ഞാൻ എവിടെയാണ് നിസ്കരിച്ചു തരേണ്ടത് ചോദിച്ചു. അദ്ദേഹം സ്ഥലം കാണിച്ചു കൊടുത്തു. തങ്ങൾ നിസ്കരിച്ചു. ആ സ്ഥലത്തായിരുന്നു സുന്നത്ത് നിസ്കാരങ്ങൾ മഹാനായ ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സ്ഥിരമായി ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് നിർവഹിച്ചിരുന്നത് എന്ന് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ രേഖപ്പെട്ട് കിടക്കുന്നു. മഹാത്മാക്കളിൽ നിന്ന് മറഞ്ഞ വഴിക്ക് നമുക്ക് ലഭ്യമാകുന്ന ഈ ഉപകാരം, ഈ വിശ്വാസം, ഇത് ശിർക്കാണ്, കുഫ്റാണ് എന്ന ഒരു പുതിയ വാദഗതിയാണ് കേരളത്തിൽ വഹാബി പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മറഞ്ഞ വഴിക്ക് ഉപകാരം അള്ളാഹുവിന് മാത്രമേ ചെയ്യാൻ കഴിയൂ, മഹാത്മാക്കൾക്ക് കഴിയില്ല എന്ന് അസന്നിഗ്ധമായി പറയുന്നു. രണ്ടാമത്തൊരു വിഷയം, ഈ പാരമ്പര്യ മുസ്ലിം സമൂഹത്തിന്റെ പ്രത്യേകത നോക്കിയാൽ ഇതര മതസ്ഥരോട് സഹിഷ്ണുതാപരമായ പെരുമാറ്റവും സമീപനവും സ്വീകരിച്ച് വന്നതായി കാണാൻ സാധിക്കും. ലോകത്തുമെമ്പാടും എന്ന പോലെ ഇന്നും നമ്മുടെ ആദരണീയരായ ഗുരുവര്യന്മാരോടും സാദാത്തുക്കളോടും സാധാരണ മുസ്ലിങ്ങളോടും അമുസ്ലിം സുഹൃത്തുക്കൾക്ക് എന്തെന്നില്ലാത്തൊരാദരവാണ്. കാരണം ആ പെരുമാറ്റത്തിന്റെ രീതിയാണ്, അങ്ങനെയാണ് ഈ സംസ്കാരത്തിലൂടെ നമ്മൾ പഠിച്ച് വളർന്നു പോകുന്നത്. എന്നാൽ ഇതര മതസ്ഥരോട് മാത്രമല്ല, മുസ്ലിങ്ങൾ തന്നെ വലിയൊരു വിഭാഗത്തെ വളരെ മോശമായി കണ്ടുകൊണ്ട് അവരോട് മുഴുവൻ നിഷ്കരുണം പെരുമാറണമെന്ന് പഠിപ്പിക്കുന്ന ഒരു ഭീകരതയുടെ ചിന്തകൾ, തീവ്രതയുടെ ചിന്തകൾ, അതും ലോകത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ മാർഗത്തിലേക്ക് കേരളത്തിൽ നിന്നൊരു വിഭാഗവും വഴിമാറിക്കൊണ്ടിരിക്കുന്നു. അതും സലഫി പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇത് രണ്ടും തെറ്റായ സമീപനമാണ്. യഥാർത്ഥത്തിൽ ഒന്നാമത്തെ വിഷയം, ഈ മറഞ്ഞ വഴിക്ക് അള്ളാഹുവിന് മാത്രമേ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയൂവെന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കൃത്രിമമായി പടച്ചുണ്ടാക്കിയ അർത്ഥകൽപ്പന നടത്തിക്കൊണ്ട് മഹാത്മാക്കളിൽ നിന്ന് മറഞ്ഞ വഴിക്ക് ഉപകാരം കിട്ടുമെന്ന് വിശ്വസിക്കുന്നത് ശിർക്കാണെന്ന് മുജാഹിദ് പ്രസ്ഥാനം പറയുമ്പോൾ, മുജാഹിദ് പ്രസ്ഥാനം വ്യത്യസ്ത കഷ്ണങ്ങളായി ചിന്നിച്ചെതറിക്കിടക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ അവരെ 3 ചേരിയായി നമുക്ക് കണക്കാക്കാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ ആ കാര്യം മാത്രം പറയുകയാണ്. 3 ചേരി. ഒരു വിഭാഗം പറയുന്നത് അത് ജിന്ന് വിഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ പരിചയപ്പെടുത്താം. ജിന്ന് വിഭാഗം ഒരു വിഭാഗം മാത്രമല്ല, ഞാൻ പേരുകൾ എണ്ണി പറയുന്നില്ല, അതിൽ പ്രബല വിഭാഗം വിസ്ഡം എന്ന ആ പേരിൽ അറിയപ്പെടുന്ന വിഭാഗമാണ്.
ജിന്ന് വിഭാഗം മൊത്തത്തിൽ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹുടെ അർത്ഥം ഞങ്ങൾ പഠിപ്പിച്ചത് തന്നെയാണ്, മറഞ്ഞ വഴിക്ക് ഉപകാരവും ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രം എന്ന് തന്നെയാണ്. പക്ഷെ ജിന്ന് മറഞ്ഞ ജീവിയല്ല, പിശാച് മറഞ്ഞ ജീവിയല്ല, മലക്ക് മറഞ്ഞ ജീവിയല്ല. അതുകൊണ്ട് അവരോട് സഹായം തേടിയാൽ, സഹായം പ്രതീക്ഷിച്ചാൽ, അവരുടെ ഉപദ്രവം പ്രതീക്ഷിച്ചാൽ ശിർക്കാകില്ല എന്ന് വിശദീകരിക്കുന്നു. കൃത്യമായി അവർ ആധികാരികമായി പഠിപ്പിക്കുന്നു, എഴുതുന്നു. ഈ തൗഹീദിന്റെ വചനത്തിന് ഒരു ജിന്നിനോട് സഹായം തേടിയാൽ, പിശാചിനോട് സഹായം തേടിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹുക്ക് എതിരല്ല. ഏതുകൊണ്ട്? അത് മറഞ്ഞ സൃഷ്ടികളല്ല. അതേസമയം നേരെ ഓപ്പോസിറ്റ് മർക്കസു ദഅവ വിഭാഗം എന്ന് പറയുന്ന പഴയ മടവൂർ വിഭാഗം അങ്ങനെ തന്നെ നിൽക്കുന്നു. അവർ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹുടെ അർത്ഥം മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവം ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് തന്നെയാണ്, മാറ്റമില്ല. പക്ഷെ മറഞ്ഞ ജീവിയാണ് ജിന്ന്, മറഞ്ഞ ജീവിയാണ് മലക്ക്, മറഞ്ഞ ജീവിയാണ് പിശാച്. അതുകൊണ്ട് ഒരു കാരണവശാലും സഹായം ചോദിക്കാൻ പറ്റില്ല. സഹായം മറഞ്ഞ വഴിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ അത് ശിർക്കാണ്, അത് കുഫ്റാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് അവർ നൂറുകണക്കിന് സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസുകൾ നിഷേധിക്കുന്നു, ഖുർആൻ സൂക്തങ്ങൾ നിഷേധിക്കുന്നു. എന്തുകൊണ്ട്? അവിടെയൊക്കെ ബറക്കത്ത് പ്രവാചകരിൽ നിന്ന് പ്രതീക്ഷിച്ച ഹദീസുകളുണ്ട്. പിശാച് മനുഷ്യനെ ഉപദ്രവിച്ചു എന്ന ഹദീസുകളുണ്ട്. മലക്കുകൾ മനുഷ്യനെ ഉപകാരം ചെയ്തു എന്ന് പറയുന്ന ഖുർആൻ സൂക്തങ്ങളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ അർത്ഥകൽപ്പന നടത്തൽ ശിർക്കാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഹദീസുകൾ പച്ചയായി തള്ളിപ്പെടുകയും ഖുർആൻ സൂക്തങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഗൗരവതരമായ പ്രവണത. ഞാൻ ഒരൊറ്റ കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഈ പറയുന്ന രണ്ടാം ഗ്രൂപ്പ് മറഞ്ഞ വഴിക്ക് ഒരു മഹാനും ഒരു ചെയ്യാൻ സാധ്യമല്ല, അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ ഷിർക്കാണ്, പച്ചയായ ഷിർക്കാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഈ വിഭാഗത്തിന്റെ കേരളത്തിലെ നായകനാണ് CP ഉമർ സുല്ലമി. CP ഉമർ സുല്ലമി എന്ന പുതിയ നേതാവകല്ല, അവിഭക്ത മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദിന്റെ ഏറ്റവും വലിയ പണ്ഡിതനാണ്. ആ പണ്ഡിതൻ തൗഹീദ് ഒരു പഠനം എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ഈ വിഭാഗത്തിന്റെ പ്രസിദ്ധീകരണാലയമായ യുവതയാണ്. ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേൾക്കണോ? ഈ CP ഉമർ സുല്ലമി എന്ന് പറയുന്നവരുടെ സംസ്ഥാന അധ്യക്ഷൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മറഞ്ഞ വഴിക്ക് ഉപകാര ഉപദ്രവം ചെയ്യാൻ അള്ളാഹുന് മാത്രമേ കഴിയൂ എന്നാണ് ഈ പുസ്തകത്തിൽ സ്ഥാപിക്കുന്നത്. എന്നിട്ട് ഈ പുസ്തകത്തിൽ അവസാനഭാഗത്ത് ബറക്കത്തെടുക്കൽ എന്നൊരു അധ്യായമുണ്ട്. ഈ ബറക്കത്തെടുക്കൽ എന്ന അധ്യായത്തിന്റെ വിശദീകരണം ഒരു അല്പം കൊടുത്ത ശേഷം അതിന്റെ പേജ് നമ്പർ 188 വരുന്നു. 188 പേജ് വന്നാൽ പിന്നെ കാണുന്നത് 193 പേജാണ്. ഈ പുസ്തകം നിങ്ങൾക്ക് പുതിയ പുസ്തകമാണ്, വാങ്ങാൻ കിട്ടും. ഞാൻ ഈ പുസ്തകം പ്രചരിപ്പിക്കല്ല, ഇതിന്റെ തൗഹീദിന്റെ കൗതുകം കേൾക്കാനാണ്. ഇവർ പഠിപ്പിക്കുന്ന പുതിയ തൗഹീദ് പഠിപ്പിക്കുന്ന ഈ പുസ്തകത്തിൽ 188 പേജ് കഴിഞ്ഞാൽ പിന്നെ കാണുന്ന 193 പേജാണ്. 4 പേജ് കൃത്യമായി ഈ പുസ്തകത്തിൽ നിന്ന് കത്രിക കൊണ്ട് വെട്ടിയെടുത്ത അടയാളം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്താണ് ഈ 4 പേജിലുള്ളത്? എന്താണ് ഈ 4 പേജിലുള്ളത്? സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും കൃത്യമായി പ്രവാചക തിരുമേനിയെ കൊണ്ട് ബറക്കത്തെടുത്തു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഉത്ബാൻ ബിൻ മാലിക്കിന്റെ ഉൾപ്പെടെയുള്ള സ്വഹീഹായ ഹദീസുകൾ കൃത്യമായി പരിഭാഷ കൊടുത്ത് അതിനൊരു തരം വ്യാഖ്യാനം കെടുത്ത് ആൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ അങ്ങനെ വ്യാഖ്യാനവും വേണ്ട, ഹദീസും വേണ്ട, അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത തള്ളിക്കളയേണ്ട ഹദീസാണ് ആ ബുഖാരിന്റെ ഹദീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 4 പേജിന് കത്തിവെച്ചത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്താണ് ഈ പറയുന്നതിന്റെ ഗൗരവം? ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിന്റെ വചനത്തിന് മറഞ്ഞ വഴിക്ക് ഉപകാര ഉപദ്രവം ചെയ്യാൻ അല്ലാഹുവല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന് പറയുമ്പോൾ അവിടെ സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസിൽ മറഞ്ഞ വഴിക്ക് ചെറിയ ഉപകാരം കിട്ടിയെന്ന ബറക്കത്തിന്റെ ഹദീസുകൾ പറയുമ്പോൾ അയാൾ ആ ഹദീസ് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികൾ പ്രസിദ്ധീകരിക്കുന്ന ആളുകൾ ആ 4 പേജ് വെട്ടിമാറ്റി സ്വന്തം പണ്ഡിതന്മാർക്ക് നേതാക്കന്മാർക്ക് തൗഹീദ് മനസ്സിലായിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം വിപണിയിൽ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കണം നിങ്ങൾ രണ്ടാമത്തെ ചേരിയുടെ തൗഹീദിന്റെ അവസ്ഥ. ഏതായി മൂന്നാമത്തെ ചേരി? സാക്ഷാൽ ഔദ്യോഗിക വിഭാഗം എന്ന് പറയുന്ന KNM വിഭാഗം. KNM വിഭാഗം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അർത്ഥം വെക്കും. മറഞ്ഞ വഴിക്ക് ഉപകാര ഉപദ്രവം ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അർത്ഥം ശരി. അതിൽ ജിന്നും പിശാച്ചും മലക്കും പെടുവോ മറഞ്ഞ വഴിയിൽപ്പെട്ടതാണോ? കുറെ കാലം പറയും ജിന്നും പിശാച്ചും മറഞ്ഞ ജീവികളാണ്. പിന്നെ അവർ മാറ്റി പറയും അല്ല, ജിന്നും പിശാച്ചും മറഞ്ഞ ജീവികളല്ല.
പിന്നെയും അവർ മാറ്റി പറയും ജിന്നും പിശാച്ചും മറഞ്ഞ ജീവികളാണ് എന്ന് വെച്ചാൽ 5 കൊല്ലം ജിന്നിനോട് സഹായം തേടിയാൽ തൗഹീദായിരിക്കും, 5 കൊല്ലം ഷിർക്കായിരിക്കും, പിന്നെ 5 കൊല്ലം തൗഹീദായിരിക്കും. മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ദുരാരോപണമല്ല. കൃത്യമായി ഡേറ്റുകളും പേജുകളും പ്രസിദ്ധീകരണങ്ങളും നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. ഈ 3 ചേരി പ്രകടമാണ്. ഞാൻ പറയുന്നത് കൃത്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിസ്ഥാനപരമായ ദീനിന്റെ വചനമായ തൗഹീദിന്റെ ലാ ഇലാഹയുടെ അർത്ഥം എന്ത് എന്ന് കൃത്യമായി തീരുമാനിക്കാൻ കേരളത്തിലെ മുജാഹിദ് ഗ്രൂപ്പുകൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന പ്രകടമായ ഒരു യാഥാർത്ഥ്യം. മുജാഹിദ് നിസ്കരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അത്തഹിയ്യാത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. ഇല്ലല്ലാഹ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഉറച്ച തൗഹീദ് നമ്മുടെ കൈയുടെ റെഡി നിൽക്കും. മുജാഹിദിന്റെ കൈ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. ഞങ്ങളെ തൗഹീദ് ഉറച്ചിട്ടില്ല എന്നാണ് ആ പറയുന്നത്. സത്യത്തിൽ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദിന്റെ അർത്ഥം എന്താണ്, അതിന്റെ വിശദീകരണം, ഏതാണ് തൗഹീദ് ശിർക്ക് എന്ന് ഇന്ന് വരെ നിർണയിക്കാനും തീരുമാനിക്കാനും സാധിക്കാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോൾ ഒരേ ഒരു ചോദ്യം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തോട് ചോദിക്കുന്നു. നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവം ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമല്ല എന്ന ഈ അർത്ഥം ലോകത്ത് ഏത് കിതാബിൽ നിന്ന് കിട്ടി? ഖുർആനിൽ എവിടെ പറഞ്ഞു? ഖുർആന്റെ തഫ്സീറുകൾ എവിടെ പറഞ്ഞു? ഏത് ഹദീസിന്റെ കിതാബിൽ പറഞ്ഞു? ഏത് ഹദീസിന്റെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ പറഞ്ഞു? ഏത് സ്വഹാബി പറഞ്ഞു? ഏത് ഇമാമിയങ്ങൾ പറഞ്ഞു? നിങ്ങൾക്ക് ചരിത്രത്തിൽ നിങ്ങൾ കൃത്രിമമായി തട്ടിപ്പടച്ചുണ്ടാക്കിയ ഈ തൗഹീദിന്റെ വചനത്തിന്റെ നിങ്ങൾ പരസ്പരം തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന, പരസ്പരം മുശ്രിക്കാക്കിക്കൊണ്ടിരിക്കുന്ന, ഇന്നും തൗഹീദിന്റെ അർത്ഥത്തിൽ തീരുമാനം കൽപ്പിക്കാൻ സാധിക്കാതെ അടിപിടി കോടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ തൗഹീദിന്റെ നിർവചനം ലോകത്ത് ഏത് പൗരാണികമായ ഗ്രന്ഥത്തിലാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ എന്ന ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥ. തെളിയിക്കാൻ നിങ്ങൾ കഴിയില്ല. രണ്ടാമത്തെ ഒറ്റ കാര്യം, നിങ്ങൾ പാവപ്പെട്ട ഈ സുന്നത്ത് ജമാഅത്തിന്റെ സാദാത്തുക്കളെയും ഉലമാക്കളെയും സൂഫിയാക്കളെയും ലോക മുസ്ലിം സമൂഹത്തെയും മുശ്രിക്കുകളായി ചിത്രീകരിക്കുമ്പോൾ നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്യണം. മുശ്രിക്കുകളായി ചിത്രീകരിക്കുമ്പോൾ തൗഹീദിന്റെ പുറത്താണ്. ഏതാണ് തൗഹീദ്? നിങ്ങൾ 3 ചേരിയും തീരുമാനിച്ച് ഒരു ഐക്യ പ്രസ്താവന, ഞങ്ങൾ വേറെ വേറെ ഗ്രൂപ്പുകളാണ്, എന്നാലും തൗഹീദ് ലോകത്തൊരു കാലത്തും തർക്കമില്ലാത്ത വിഷയമാണ്, അതിന്റെ തൗഹീദിന്റെ കാര്യത്തിൽ ഞങ്ങൾ യോജിച്ചിരിക്കുന്നു, ഇതാണ് ആ തൗഹീദിന്റെ അർത്ഥം എന്ന് പറയാൻ കേരളത്തിലെ വ്യത്യസ്ത ഗ്രൂപ്പുകളായി ശിഥിലമായി തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന ഈ 3 ചേരികളുടെ ഗ്രൂപ്പുകൾക്ക് സാധിക്കുമോ? ഈ 2 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സ്വല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദ് വ ആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സമാപന മഹാസമ്മേളനത്തിന് കൃതജ്ഞതാ പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യരായ വി മോയിമോൻ ഹാജി മുക്കം അവറുകളെ സാദരം ക്ഷണിക്കുന്നു. ജാമ്യയിലെ വിദ്യാർത്ഥികളെല്ലാം അടുത്ത ശനിയാഴ്ച ജാമ്യയിൽ എത്തിച്ചേരണമെന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമ്യ അറിയിച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്.